കാർഷിക മേഖലയെക്കുറിച്ചറിയാൻ കൃഷിയിടം സന്ദർശിച്ച് വൾവക്കാട് ഗവൺമെന്റ് LP സ്കൂളിലെ കുരുന്നുകൾ. മികച്ച കർഷകനുള്ള അംഗീകാരം തേടിയ ലത്തീഫ് സപ്നയുടെ പച്ചക്കറി പഴവർഗ്ഗത്തോട്ടമാണ് സ്കൂളിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും കണ്ടറിഞ്ഞത്. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. ജൈവ പച്ചക്കറി കൃഷിയിൽ വർഷങ്ങളായി സജീവമായ തൃക്കരിപ്പൂർ ടൗണിലെ വസ്ത്രവ്യാപാരി കൂടിയായ ലത്തീഫിന്റെ വൾവക്കാട്ടെ വീട്ടുവളപ്പിലെ കൃഷി കണ്ടറിയാനാണ് കുട്ടികളെത്തിയത്. വെണ്ടയും വഴുതനയും തക്കാളിയും കോവലും ഉൾപ്പെടെയുള്ള പച്ചക്കറി കൃഷിയും മട്ടുപ്പാവിലെ ഡ്രാഗൺ ഫ്രൂട്ടും മഞ്ഞൾ കൃഷിയും LP സ്കൂൾ വിദ്യാർത്ഥികൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കി. വിവിധ ഇനങ്ങൾ കൃഷി ചെയ്യുന്ന രീതി ലത്തീഫ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അധികവും കൃഷി രീതിയിൽ ചെയ്യാൻ വാർപ്പിൻ്റെ പില്ലർ ഉണ്ടാക്കിയിട്ട് 4 ഇഞ്ച് കണക്കിൽ പില്ലർ ഉണ്ടാക്കിയിട്ട് അത് കുഴിച്ചതിന് ശേഷം അതിൻ്റെ 4 ഭാഗത്തായിട്ട് 4 തണ്ട് നട്ടു കൊടുക്കണം. ഇത് അതിനൊരു കാര്യം കെട്ടി കൊടുത്തിട്ട് പിന്നെ അത് പോയി കഴിഞ്ഞാൽ മേലെ പടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിന് കമ്പി കൊടുത്തിട്ട് സൈക്കിളിൻ്റെ ടയർ കൊടുക്കണം. മറ്റു രീതിയിലൊക്കെ ചെയ്യാം. മെയിൻ നമുക്ക് എളുപ്പം വഴിയുന്നത് സൈക്കിളിൻ്റെ ടയർ കൊടുക്കുന്നത്. 4 കമ്പി കൊടുത്തിട്ട് അതിന് ടയർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മേലെ കയറിയിട്ട് ആ കാലത്തേക്ക് വരുന്ന കമ്പിനാണ് ഇത് പിടിച്ചത്. കൃഷിയിടം കാണാനെത്തിയ കുട്ടിക്കൂട്ടത്തിന് ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയും മിഠായിയും നൽകിയാണ് ലത്തീഫ് യാത്രയാക്കിയത്. വൾവക്കാട് ഗവൺമെന്റ് LP സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് PP സതീശൻ, ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലെ P രാജഗോപാലൻ, PK അസിനാർ, KV നളിനി, K സിന്ധു, B ദിവ്യ എന്നിവർ നേതൃത്വം നൽകി. അടുക്കളത്തോട്ടം എന്നൊരു പരിപാടിയിലൂടെയായിരുന്നു ഞങ്ങൾ ഇവിടേക്ക് വന്നത്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് വെറുമൊരു അടുക്കളത്തോട്ടമല്ല. ഇവിടെ വീടിന് ചുറ്റും, അതായത് ഭൂമി നിറയെ കൃഷിയാണ്. പരമാവധി സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ മൊത്തം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മൊത്തം കൃഷിയിടങ്ങളാണ്. അതുപോലെ തന്നെ മട്ടുപ്പാവിലെ കൃഷി നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച്, അതെങ്ങനെ കൃഷി ചെയ്യാം എന്നതിനെക്കുറിച്ച് വിശദമായൊരു ക്ലാസ് ഇവിടെ എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്കൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടികൾ കിട്ടിയിട്ടുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.